എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനൊക്കെ മുകളിലാണ് സത്യസന്ധത. 20 വർഷമായി ആക്രി ശേഖരിച്ച് വിൽപ്പന നടത്തി ജീവിക്കുന്നയാളാണ് മഹേഷ്. കഴിഞ്ഞ ദിവസം സുഭദ്രയുടെ വീട്ടിലും മഹേഷ് എത്തി. സുഭദ്രയുടെ വീട്ടിൽ ഉപയോഗശൂന്യമായി കിടന്ന സാമഗ്രികൾ മഹേഷിന് നൽകി. കൂട്ടത്തിൽ ഒരു കുക്കറും ഉണ്ടായിരുന്നു. വീട്ടിലെത്തി കുക്കർ തുറന്നു പരിശോധിച്ചപ്പോൾ മഹേഷ് ഞെട്ടി. അതിനുള്ളിൽ ഒരു വളയും കമ്മലും. നമ്മളെ ആരും എന്നെ തിരക്കി വന്നില്ല, എന്നെ ആരും ഇത് പണില്ല. നമ്മളെ ഈ സാധനം അയ്യോ യാറ് സാധനമോ കഷ്ടപ്പെട്ട സാധനമോ നമ്മൾക്ക് അങ്ങനെ വേണ്ട. ഈ കേരളത്തിൽ 23 വർഷം കൊണ്ട് ഇവിടെ തന്നെ നമ്മൾ ഇതാക്കുന്നു. ഇത് വേറെ നമ്മളെ ആരും കുറ്റം ചെയ്തില്ല. എങ്ങനെയും ഉടമയെ കണ്ടെത്തി ആഭരണങ്ങൾ കൈമാറണം എന്നായിരുന്നു ആഗ്രഹം. ഏറെ പണിപ്പെട്ട് സുഭദ്രയെ കണ്ടെത്തി ആഭരണങ്ങൾ അവർക്ക് തന്നെ കൈമാറി. കള്ളന്മാരെ ഭയന്നായിരുന്നു സുഭദ്ര സ്വർണ്ണാഭരണങ്ങൾ കുക്കറിനുള്ളിൽ സൂക്ഷിച്ചിരുന്നത്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് നിറച്ചിരിയുമായി സുഭദ്രയെ തേടി മഹേഷ് എത്തിയത്. ഇതോടെ സങ്കടം സന്തോഷമായി. നമ്മൾ ഒരു 500 രൂപ വെളിയിൽ കിടന്ന പോലെ കിട്ടിയാൽ നമ്മൾ ആർക്കും അത് തിരിച്ചു കൊടുക്കൂല, ആരും കൊടുക്കൂല. ആ ഒരു സാഹചര്യത്തില് അവര് തിരിച്ചു കൊണ്ടുവന്ന് ഇത്രയും രൂപയുടെ ഒരു സാധനം തിരിച്ചു കൊണ്ടുവന്ന് തന്നതിൽ ഒരുപാട് നന്ദിയും. സ്വർണം നഷ്ടപ്പെട്ടതായി സുഭദ്ര പോലീസിൽ പരാതി നൽകിയിരുന്നു. ആഭരണങ്ങൾ തിരികെ ലഭിച്ചതോടെ പരാതി പിൻവലിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. നമ്മുടെ മിക്ക അമ്മമാർക്കും ഉള്ള ഒരു സ്വഭാവമാണ് അല്ലേ. എൻ്റെ അമ്മയ്ക്കുണ്ട്, ഈ പൈസയൊക്കെ എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ച് വെക്കും, എന്നിട്ട് പിന്നീട് അത് എവിടെയാണെന്ന് മറന്നു പോകും. ഈ അമ്മയും എങ്ങനെയോ ആ കുക്കറിൽ വെച്ച് കാര്യം മറന്നു പോയതാണ്. എന്തായാലും അത് കണ്ടുപിടിച്ച് ഉടമയെ കണ്ടുപിടിച്ച് തിരികെ കാണിക്കാൻ ആ മനുഷ്യൻ കാണിച്ച മനസ്സ്, അതിന് വലിയൊരു കയ്യടി കൊടുക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ കണ്ണൻ നായർ പറയും. കണ്ണൻ ചേട്ടാ പറയൂ, സത്യസന്ധതയുടെ ഈ കഥ കണ്ട വിശേഷങ്ങളൊക്കെ പറയൂ. സത്യസന്ധതയുടെ ഒരു നല്ല ഉദാഹരണമാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനുള്ളത്. ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ, തമിഴ്നാട് സ്വദേശിയാണ്. 20 വർഷമായി അഞ്ചൽ മേഖലയിൽ എത്തി ആക്രി വർക്ക് ജീവിക്കുകയാണ്. ഓരോ ദിവസത്തെയും അന്നത്തിന് വേണ്ടിയുള്ള വക പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന ആക്രി കൊണ്ടുപോയി ആ കടയിൽ വിറ്റ് അതിനുള്ള പണം കണ്ടെത്തുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഇങ്ങനെ ആക്രി വർക്ക് വരുന്ന സമയത്ത് ഈ സുഭദ്ര എന്ന് പറയുന്ന അമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ സുഭദ്ര ഉണ്ടായിരുന്നില്ല, മക്കളായിരുന്നു ഉണ്ടായിരുന്ന. ആക്രി സാധനങ്ങൾ ഉണ്ടോ എന്ന് മഹേഷ് ചോദിച്ചു. മക്കൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആക്രി സാധനങ്ങൾ കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുക്കറും, അത് ഉപയോഗശൂന്യമായിട്ടുള്ള കുക്കറാണ്, അതും കൊടുത്തു. അദ്ദേഹം ഈ ആക്രി സാധനങ്ങളുമായി തിരിച്ച് വീട്ടിലേക്ക് പോയി ഓരോ സാധനങ്ങളും ഇങ്ങനെ തരംതിരിച്ചാണ് കടയിലേക്ക് കൊടുക്കുന്നത്. അതിനു മുമ്പ് തരംതിരിക്കുന്ന സമയത്ത് ഈ കുക്കർ തുറന്നു നോക്കി. അപ്പോഴാണ് മഹേഷ് ശരിക്കും ഞെട്ടിയത്. അതിൽ 2 സ്വർണ്ണാഭരണങ്ങൾ, ഒന്ന് ഒരു വളയും അതുപോലെ തന്നെ ഒരു കമ്മലും. ഈ 2 സാധനങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയതെന്നുള്ള കാര്യം ആദ്യം ഓർത്തെടുക്കാൻ സാധിച്ചില്ല. കാര്യം പല സ്ഥലങ്ങളിൽ നിന്നും പല വീടുകളിൽ നിന്നും ഈ ഇത്തരത്തിലുള്ള സാമഗ്രികൾ ശേഖരിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും അത് തനിക്ക് വേണ്ടി ഉള്ളതല്ല, അത് ഏതോ ഒരു വ്യക്തിയുടേതാണ്. തനിക്ക് തൻ്റെ ഒരു സാമഗ്രിയല്ല, തൻ്റെ സ്വർണ്ണാഭരണം ല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉടമ ആരാണ്, അദ്ദേഹത്തിന് കണ്ടെത്തി അത് തിരിച്ചു നൽകുക എന്നുള്ള ഒരു തീരുമാനം ആ നിമിഷം തന്നെ മഹേഷ് എടുത്തു. പിന്നീട് കുറേയേറെ ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ സുഭദ്രയുടെ വീട്ടിൽ പോവുകയും മക്കൾ ആ ആക്രി സാമഗ്രികൾ തിരിച്ചു നൽകുകയും ചെയ്തതിനെയൊക്കെ കുറിച്ച് ഓർത്തതും. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈ കുക്കറുമായി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഈ സ്വർണ്ണാഭരണങ്ങൾ അവർക്ക് കൈമാറുകയാണ്. പക്ഷേ അതിനു മുമ്പ് ഈ സുഭദ്ര തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് ആക്രി സാധനങ്ങളുടെ കൂടുതൽ തൻ്റെ ഉപയോഗശൂന്യമായിട്ടുള്ള കുക്കറും കൊടുത്തോ എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോഴാണ് മക്കളുടെ ഒക്കെ പോലും പറയുന്നത് കള്ളന്മാരെ പേടിച്ച് തൻ്റെ വളയും കമ്മലും ഒക്കെ തന്നെ ഈ കുക്കറിലുണ്ടായിരുന്നു, അതെങ്ങനെയാലും തിരിച്ച് എടുക്കണം എന്നുള്ള ഒരു കാര്യം. പക്ഷേ ഈ മഹേഷിനെ അവർക്ക് നേരത്തെ പരിചയമില്ല, എവിടെ നിന്നുള്ള ആളാണെന്ന് അറിയില്ല. ഇവിടെ തന്നെ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആ സമയത്താണ് നേരെ ഈ സ്വർണ്ണാഭരണങ്ങളുമായിട്ട് ഈ മനുഷ്യനെ അവിടേക്ക് എത്തുകയും അത് തിരിച്ച് നൽകുകയും കൈമാറുകയും ചെയ്യുന്നത്. വലിയ സന്തോഷത്തോടു കൂടി അത് ഏറ്റുവാങ്ങുന്നു. കാര്യം സ്വർണ്ണത്തിൻ്റെ വില എങ്ങനെയാണ് ഇന്നിപ്പം നമുക്കറിയാം. ഓരോ ദിവസവും സ്വർണ്ണത്തിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ആ സ്വർണ്ണാഭരണങ്ങൾ സത്യസന്ധതയുടെ പര്യായമായിട്ടുള്ള തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള മഹേഷ് എന്ന് പറയുന്ന ആ മനുഷ്യൻ എന്ന് കൃത്യമായി വിളിക്കാൻ സാധിക്കുന്ന, അങ്ങനെ വിളിക്കേണ്ട ഒരു വ്യക്തിയാണ് മഹേഷ്. അദ്ദേഹം കൊണ്ടുവന്ന് തിരിച്ച് കൈമാറുകയാണ്. ഇത് എനിക്ക് അർഹതപ്പെട്ട സ്വർണ്ണമല്ല, ഇത് നിങ്ങളുടെ സ്വർണ്ണമാണ്, അതുകൊണ്ട് അബദ്ധത്തിൽ അതിനകത്ത് പെട്ടുപോയതാണ്, തിരിച്ചു നൽകാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സത്യസന്ധത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എളിമ എത്രയാണ് എന്ന കുടുംബം മനസ്സിലാക്കി. കുടുംബം വലിയ സന്തോഷത്തോടു കൂടിയാണ് അത് ഏറ്റുവാങ്ങിയത്. ചായയൊക്കെ കൊടുത്ത് തിരിച്ചു വിട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സത്യസന്ധതയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറലോകം അറിയണം. പല സമയങ്ങളിൽ നമ്മൾ കളഞ്ഞു കിട്ടിയ പേഴ്സ് പോലീസിന് മുന്നിൽ വെച്ച് കൈമാറി എന്നൊക്കെ വാർത്തകൾ കേട്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ്. അത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ കളഞ്ഞു കിട്ടുകയോ മറ്റോ ചെയ്യുന്ന വസ്തുക്കൾ തിരിച്ച് ഉടമയ്ക്ക് കൊടുക്കാനുള്ള ഒരു പ്രചോദനമാകുമല്ലോ എന്ന് കൂടി തീർച്ചയായും കണ്ണൻ. എന്തായാലും മഹേഷിന്റെ ആ നല്ല മനസ്സിന് വലിയൊരു കയ്യടി